തിരുവാലി LP സ്കൂളിലെ നേച്ചർ ക്ലബിന് ജീവനുള്ള മൺപന്തുകൾ കൈമാറി തിരുവാലി ഹയർ സെക്കൻഡറി സ്കൂളിലെ 2ാം വർഷ NSS വളണ്ടിയർമാർ. വിദ്യാർത്ഥികളിൽ പ്രകൃതി സൗഹൃദ ആവാസ വ്യവസ്ഥ, ജൈവവൈവിധ്യം എന്നീ ആശയങ്ങളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുകയാണ് ലക്ഷ്യം. LP സ്കൂളിലെത്തിയാണ് NSS വളണ്ടിയർമാർ ജാപ്പനീസ് സുസ്ഥിര വിദ്യയിലുള്ള കൊക്കഡാമ കൈമാറിയത്. ജീവനുള്ള മൺപന്തുകൾ തിരുവാലി LP സ്കൂളിലെ നേച്ചർ ക്ലബിന് കൈമാറി തിരുവാലി HSSലെ 2ാം വർഷ NSS വളണ്ടിയർമാർ. വിദ്യാർത്ഥികളിൽ പ്രകൃതി സൗഹൃദ ആവാസ വ്യവസ്ഥ, ജൈവവൈവിധ്യം എന്നീ ആശയങ്ങളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുകയാണ് ലക്ഷ്യം. LP സ്കൂളിലെത്തിയാണ് NSS വളണ്ടിയർമാർ ജാപ്പനീസ് സുസ്ഥിര വിദ്യയിലുള്ള കൊക്കഡാമ കൈമാറിയത്. ഹയർ സെക്കൻഡറി സ്കൂൾ സീനിയർ അസിസ്റ്റന്റ് ജൂലിറ്റ K. ബെഞ്ചമിൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ പായൽ പന്തുകളുടെ നിർമ്മാണത്തെക്കുറിച്ച് NSS ലീഡർമാരായ മുഹമ്മദ് അഫ്ല്, അന്ന G. വർഗീസ് എന്നിവർ വിശദീകരിച്ചു. ഞങ്ങൾ തിരുവാലി സ്കൂളിലെ NSS വളണ്ടിയേഴ്സ് ആണ്. ഞങ്ങൾ ഇന്നിവിടെ പായൽ പന്ത് നിർമ്മാണം ഞങ്ങളുടെ ഒരു പ്രൊജക്റ്റാണ്. അതിന്റെ ഭാഗമായിട്ട് LP സ്കൂളിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ പായൽ പന്ത് എന്ന് പറയുന്നത് ഭയങ്കരയധികം നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിന് അത്യാവശ്യവും അനിവാര്യവുമായിട്ടുള്ള ഒന്ന് തന്നെയാണ്. എങ്ങനെയാണ് ഈ പായൽപന്ത് നിർമ്മാണം എങ്ങനെയാണ് നടത്തുക എന്നുള്ളത്, ആദ്യം നമ്മൾ ഒരു മണ്ണിങ്ങനെ കയ്യിലാക്കി ഉരുട്ടി ഒരു പന്ത് ഷേപ്പിൽ ആക്കുക, നിങ്ങൾക്ക് കാണാലോ. എന്നിട്ട് അതിന് ശേഷം നമ്മൾ പായല് ഇതിന്റെ ചുറ്റും ഇങ്ങനെ ഒട്ടിക്കാം. എന്നിട്ട് ഏതെങ്കിലും ഒരു ചെടികൾ നമ്മൾ അതിന്റെ ഉള്ളിലേക്ക് ഇറക്കി വെക്കാം. അപ്പൊ ഇത് നമ്മൾ സാധാരണ രീതിയിൽ വീട്ടിലൊക്കെ ഇങ്ങനെ ഓർക്കിഡുകൾ തൂക്കിയിടുന്ന പോലെ തന്നെ ഇത് നമ്മളിങ്ങനെ വീടിന്റെ വരാന്തകളിൽ തൂക്കിയിടുമ്പോൾ അത് മനോഹരമാണ്. കൂടാതെ അത് പ്രകൃതിക്ക് വളരെ അനുയോജ്യവുമാണ്. LP സ്കൂൾ HM CK ജയരാജ്, LP സ്കൂൾ PTA പ്രസിഡന്റ് V. പ്രവീൺ, സീനിയർ അധ്യാപകൻ T. സിദ്ദീഖ്, NSS പ്രോഗ്രാം ഓഫീസർ S. സുരാജ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. NIPMS Academy, Nisar Hospital, Valancheri. For admission 9957 08048.